റോത്താങ് പാസിലെ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാനോടൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന EM തോമസിന്റെ ബന്ധുക്കൾ പ്രതികരിക്കുകയാണ് തത്സമയത്തിലേക്ക്. റോത്താങ്ങിൽ വീരമൃത്യു വരിച്ച തോമസ് ചെറിയാനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു സൈനികന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. EM തോമസ്, അദ്ദേഹത്തിന്റെ സഹോദരി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. 56 വർഷങ്ങളായി സഹോദരനെ പറ്റി അപകടത്തിൽ പെട്ടുവെന്നുള്ള കാര്യം വിവരങ്ങളൊന്നുമില്ല. ഇന്നിപ്പോൾ മറ്റൊരു മലയാളിയുടെ വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. പിന്നീട് വിവരങ്ങളൊന്നും അറിഞ്ഞില്ല. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ ഓരോരുത്തരെ കിട്ടുമെന്ന് കാണുമ്പോൾ അന്നേരം ഓർക്കും, ദൈവമേ ഞങ്ങളുടെ സഹോദരനെ കൂടെ കിട്ടി ഒന്ന് കാണാനിടയാകണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. പിന്നെ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. സഹോദരനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ഫാദർ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ അറിയുമ്പം കാണാമല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫാദറും മരിച്ചു, അവൻ്റെ സഹോദരൻ മരിച്ചു. അങ്ങനെ അപകടം ഉണ്ടായ ആ കാലഘട്ടം ഓർമ്മയുണ്ടോ? എനിക്കുണ്ട്. എനിക്ക് 9 വയസ്സേ ഉള്ളൂ അന്ന്. പക്ഷേ അന്നേരം മരിച്ചെന്നും ഒക്കെ പറഞ്ഞ് അപ്പച്ചനും അമ്മയൊക്കെ ഇങ്ങനെ കരയുന്നതും ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവന് ആദ്യമായിട്ട് അവധി കഴിഞ്ഞിട്ട് ആദ്യത്തെ വരവ് വന്നിട്ട് പോയിട്ട് ഇനി ഇങ്ങനെ പോസ്റ്റിങ്ങിൽ പോവാന്നും പറഞ്ഞാൽ പോയത്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 56 വർഷം മുതൽ ചെറിയൊരു കാലയളവല്ല. അല്ല അയ്യോ, സൈനിക ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നു. ഇപ്പം ഇത് കിട്ടിയല്ലോ, ആ പ്ലെയിനിൽ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ആ പ്ലെയിനിൽ തന്നെ ആയിരുന്നു ഇവർ രണ്ടും കൂടെ പോയതും. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. ഈ പോയ വ്യക്തി ഞങ്ങളുടെ ബന്ധുവാണ്, കൂടെ ഇപ്പൊ കണ്ടത്. ഈ ബോഡി കിട്ടിയ വ്യക്തി ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. പുള്ളിയാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയത് തന്നെ. ഇവരൊരുമിച്ച് ഒരു ഫ്ലൈറ്റിലാണ് ചണ്ഡീഗഡിൽ നിന്ന് കയറുന്ന കൊണ്ട് ഇതുപോലെ പോസ്റ്റിംഗ് പോവാണെന്ന് പറഞ്ഞ് ലെറ്റർ വന്നതാണ്. പിന്നത്തെ ഒരു വിവരം അറിയത്തില്ല. പിന്നെ പ്ലെയിൻ ക്രാഷ് ആയെന്നുള്ള വിവരം അറിയില്ല. അതെ, ബോഡിയെങ്കിലും ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ. എന്തായാലും ഈ കുടുംബവും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ശുഭപ്രതീക്ഷകൾക്കായി റോത്താങ്ങിൽ നിന്ന് ക്യാമറമാൻ ഗോപകുമാറിനൊപ്പം സിജു മേഷ്, ജനം, പത്തനംതിട്ട.